ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ വിചാരിക്കണോ കേട്ടോ. എനിക്കിവിടെ സുഖമാണ് അൽഹംദുലില്ലാ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നല്ല മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറും 2-3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയും കേട്ടോ. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ മിൽക്ക് മെയ്ഡിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്താ പറയുക, നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല. ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാനും കഴിയും. ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിയും. നമ്മൾ വീട്ടിൽ ഇനി പായസമൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് പൈസ കൊടുത്ത് മിൽക്ക് മെയ്ഡൊന്നും പുറത്തു നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സേഫായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ. ഇത് കടകളിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന പാലുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഫുൾ ഫാറ്റ് പാലാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽമയുടെ 1/2 ലിറ്റർ പാലാണ് കേട്ടോ. പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതായത് 1/2 ലിറ്റർ പാലിന് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. ഇനി കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് മാത്രം പഞ്ചസാരയുടെ അളവിൽ കൂട്ടി കൊടുത്താൽ മതി. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. 1/2 ലിറ്റർ പാലാണ്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പാല് എന്താ പറയുക, നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും തിളപ്പിച്ചെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പാൽ ഒരുപാട് നേരിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് അടി പിടിക്കുമെന്നുള്ള പ്രശ്നം വരില്ല. ഇനി നമുക്ക് പാല് തിളച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ പാല് തിളച്ചിട്ടുണ്ട്, നല്ലതായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയണേ, ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം മിൽക്ക് മെയ്ഡ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഉണ്ടാക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ അതാ നമ്മളെ പാല് പകുതിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നും കൂടി വറ്റാനുണ്ട്, കുറച്ചും കൂടി വറ്റിയിട്ട് വരണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ പാല് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് വറ്റി വരുന്ന സമയത്ത് ഇതിന് തിക്നെസ് കൂടി വരും കേട്ടോ. പാലിനൊരു കട്ടി കൂടി വരും. അങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ പാല് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് പാലൊന്ന് കുറുകി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാല് ഇവിടെ വറ്റിയിട്ട് ഒരു 1/4 ഭാഗം വരെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, പാല് വെച്ച അടയാളം നിങ്ങൾക്ക് കാണില്ല. അത് അവിടുന്ന് വറ്റി ഇപ്പോൾ ഇതാ എത്ര ആയിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴും ഫ്ലെയിം കിടക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പാല് വറ്റി വന്നിട്ടുണ്ട്. ഇനി കൂടിയും ചേർക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും അളവിൽ, അതായത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പ സോഡ, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മളത് തവി വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പൊന്തി വരും. ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു യെല്ലോയിഷ് കളർ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക അപ്പോൾ സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർത്ത് കൊടുത്ത സമയത്ത് ഇതേപോലെ ഒന്ന് പൊന്തി വരും കേട്ടോ.
ഒരു 2-3 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഇത് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിതാ മിൽക്ക് മെയ്ഡൊക്കെ ഫുള്ള് ഇവിടെ ചൂട് ആറിയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ ആറി കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് അതേ കളറിൽ അതേ ടെക്സ്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഇതിപ്പോൾ മുഴുവനായിട്ടും ചൂട് ആറിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടാറിയാലേ അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഗ്ലാസിൻ്റെയാണ് ഏറ്റവും നല്ലത്. ഇനി ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലേക്കായിട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കി. ഇതുവരെ ആദ്യമായിട്ട് ആരും മിൽക്ക് മെയ്ഡ് വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇനി ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ കഴിയും. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. പുറത്ത് വെക്കല്ല, ഫ്രിഡ്ജിലാണ് ശരിക്കും വെക്കേണ്ടത്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കൂ കേട്ടോ. എന്നെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.